പ്രദീപ് ജോസഫ് കൂടിയുണ്ട്. ഈ നേരത്തെ സംഘാടകർ പറഞ്ഞത് കേട്ടിരുന്നല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റേജ് ഒരുക്കുമ്പോൾ ഏർപ്പെടുത്തേണ്ട ഒരു സുരക്ഷയില്ല എന്നുള്ളത് പ്രാഥമികമായി തന്നെ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടല്ലോ. ഈ ഒരു സ്റ്റേജ് കണ്ടാൽ ഒരു സാധാരണ ഒരു കൊച്ചുകുട്ടിക്ക് പോലും മനസ്സിലാകും. ഇപ്പൊ തന്നെ ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാം ഈ സ്റ്റേജ് അല്പം ഈ ഗ്രൗണ്ടിലേക്ക് മുൻപോട്ട് ആഞ്ഞാണ് ഇരിക്കുന്നത്. അത് മാത്രവുമല്ല, ഇതുകൊണ്ടോ ഈ സ്റ്റേജ് കെട്ടിയിരിക്കുന്നത് എന്ന് പറയുന്നത് ഈ സ്റ്റേഡിയത്തിന്റെ കൈവരിയിലാണ്. അതായത് ഇതാണ് ഈ കൈവരിയിലാണ് ഈ സ്റ്റേജ് കെട്ടിയിരിക്കുന്നത്. എന്തിനാണ് സ്റ്റേഡിയത്തിന് കൈവരി? അവിടെ നിന്ന് യാതൊരു കാരണവശാലും ഒരാൾ താഴേക്ക് വീഴുകയോ അത്യാവശ്യം പെട്ടെന്ന് ചാടുകയോ ഒന്നും ചെയ്യരുത്. അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ആ കൈവരി പണിത് വെച്ചിരിക്കുന്നത്. അതിന് മുകളിലാണ് സ്റ്റേജ് കെട്ടിയിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു ADGPയും സിറ്റി പോലീസ് കമ്മീഷണറും മന്ത്രിയും MLAയും MP യും ഒക്കെ ഇരിക്കാൻ വേണ്ടി പണിതിരിക്കുന്ന ഒരു വേദിയാണിത്. ഇവരൊക്കെ ഈ വേദിയിൽ ഉണ്ടായിരുന്നതാണ്. അത്തരമൊരു വേദിയിൽ നിന്നാണ് എറണാകുളം ജില്ലയിലെ ഒരു വനിതാ ജനപ്രതിനിധി താഴേക്ക് പതിച്ചത്. അവരുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്നു. അതേസമയം 12,000 പേർ പങ്കെടുക്കുമെന്നാണ് സംഘാടകർ അറിയിച്ചിരുന്നത്. 12,000 പേർ പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ സുരക്ഷ ഒരുക്കാൻ കുറച്ച് പോലീസുകാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതായത് സംഘാടകർ ആവശ്യപ്പെട്ടാൽ മാത്രം കൂടുതൽ പോലീസിനെ വിട്ടു നൽകിയാൽ മതി. അതുകൊണ്ട് തന്നെ മറ്റു സ്വകാര്യ സുരക്ഷാ ജീവനക്കാരാണ് ഉണ്ടായിരുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ സ്റ്റേഡിയത്തിൽ ഒരിടത്തും തന്നെ CCTV ക്യാമറകളില്ല. അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിച്ചത് എന്ന് മറ്റ് നിങ്ങൾ തന്നെ സംഭവിച്ച ഒരു വലിയ തിക്കും തിരക്കും ഉണ്ടാവുകയോ അത്തരം കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടായാൽ ഈ സംഘാടകരുടെ അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ ക്യാമറകൾ മാത്രമേ അവിടെയുള്ളൂ. എന്തായിരുന്നാലും ഇപ്പോൾ ഈ അപകടത്തിന് ശേഷം സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ വീണ്ടും എത്തിയിട്ടുണ്ട്. പരിശോധനകൾ നടന്നു വരുന്നു. അതേസമയം പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ 2 സ്റ്റേജ് കെട്ടുന്നു എന്നുള്ള കാര്യം സംഘാടകർ ബന്ധപ്പെട്ട അധികൃതരെ ആരെയും അറിയിച്ചിരുന്നില്ല. സാധാരണഗതിയിൽ ഇത്തരം സ്റ്റേജുകളൊക്കെ കിട്ടുമ്പോൾ, പ്രത്യേകിച്ച് മന്ത്രിമാർ MP മാർ ഒക്കെ പങ്കെടുക്കുന്ന പരിപാടിയുടെ സ്റ്റേജുകൾ കിട്ടുമ്പോൾ ആ കാര്യമൊക്കെ സ്പെഷ്യൽ ബ്രാഞ്ചിനെ അല്ലെങ്കിൽ ഈ സ്റ്റേഡിയത്തിന്റെ അല്ലെങ്കിൽ ആ സ്ഥലത്തിന്റെ ഉടമസ്ഥർ ആരാണോ അവരെ ഒക്കെ അറിയിക്കേണ്ടതാണ്, അറിയിക്കുന്ന പതിവുള്ളതാണ്. പക്ഷേ ഇവിടെ ഇത്തരത്തിൽ സ്റ്റേജ് ഇങ്ങോട്ട് ഇറക്കി കിട്ടുന്ന കാര്യം സംഘാടകർ ബന്ധപ്പെട്ട ആരെയും അറിയിച്ചിട്ടില്ല എന്നാണ് ഇതേവരെ നമ്മൾ നടത്തിയ ഈ അന്വേഷണത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. അതായത് ഈ സ്റ്റേജ് പണിതതിലെ അശാസ്ത്രീയത അല്ലെങ്കിൽ അതിലെ യുക്തിയില്ലായ്മ തന്നെയാണ് ഇത്തരമൊരു അപകടത്തിലേക്ക് നയിച്ചത് എന്നുള്ള കാര്യം സുവ്യക്തമാണ്. ജോസഫും റിയയുമാണ് വിവരങ്ങൾ വിശദമായി പറയുന്നത്. ഇപ്പോൾ അവിടെ പോലീസിന്റെ വിശദമായ പരിശോധനകൾ നടക്കുന്നു. അതിനുശേഷം ഒരുപക്ഷെ പ്രതികരണം അറിയിക്കുമായിരിക്കും. എന്തായാലും മന്ത്രി അടക്കം പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ്. മന്ത്രി MLA മാരൊക്കെ പങ്കെടുക്കുന്ന പരിപാടി. അവിടെ ആ സ്റ്റേജിന് തന്നെ വേണ്ട സുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും പാലിക്കപ്പെടാതെയാണ് അവിടെ ആ സ്റ്റേജ് നിർമ്മാണം നടന്നത് എന്ന് വ്യക്തമാണ്. അതുകൊണ്ടാണ് ഇങ്ങനൊരു അപകടത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തത്. വളരെ വീതി കുറഞ്ഞൊരു സ്ഥലത്ത് ഉയരത്തിൽ സ്റ്റേജ് കെട്ടി കസേര ഇട്ട് കഴിഞ്ഞാൽ ഒന്നും നടക്കാൻ പോലും കഴിയാത്ത നിലയിൽ, അതും അവരെ ബലമുള്ളൊരു ബാരിക്കേഡ് വയ്ക്കാതെ വെറും റിബൺ കെട്ടിയാണ് അത് അതിര് വെച്ചിരുന്നത് എന്നതാണ്. ഒന്ന് വെച്ചപ്പോൾ ബലത്തിന് പിടിക്കാൻ പോയതാണ് റിബണിൽ. ആ റിബണും കുറ്റിയും അടക്കം വീണു. ഒപ്പം MLAയും താഴേക്ക് പതിച്ചു. ഒന്ന് കറങ്ങിയാണ് വന്ന് വീണതെന്നാണ് നേരത്തെ ദൃക്സാക്ഷിയുള്ള ഒരാൾ നമ്മളോട് പ്രതികരിച്ചത്. തലയടിച്ചാണ് വീണത്. വളരെ ഗുരുതരമായ അവസ്ഥയിൽ വേഗത്തിൽ MLA ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയുമാണ് ഉണ്ടായത്. റിയ തുടരുന്നുണ്ട്. റിയ, ഇപ്പോൾ എനിക്ക് തോന്നുന്നു പരിശോധനയ്ക്ക് ശേഷം ഒരുപക്ഷെ പ്രതികരിച്ചേക്കാം പോലീസ്. പക്ഷേ പോലീസിൻ്റെ ഭാഗത്തും മന്ത്രി അടക്കം നടക്കുന്ന പരിപാടികൾക്ക് നടത്തേണ്ട ഒരു സുരക്ഷാ മുൻകരുതൽ പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ലേ എന്നൊരു വീഴ്ച കൂടി ഉണ്ട് അവിടെ, അല്ലേ? അതെ, ഇവരെല്ലാവരും ഉണ്ടായിരുന്ന ഒരു സ്റ്റേജാണ് എന്ന് തന്നെയാണ് ഇതിൽ എടുത്തു പറയേണ്ടത്. അപ്പോൾ എന്തുകൊണ്ടത് ശ്രദ്ധിച്ചില്ല എന്നുള്ളത് സംശയാസ്പദമാണ്. അതൊരു ചോദ്യമായി തന്നെ നിൽക്കുകയാണ്. നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന ചിലർ പറഞ്ഞത് ഇവിടെ ഒരു VIP പവലിയൻ ഉണ്ട്. സാധാരണഗതിയിൽ അവിടെ ഇരുന്ന് ISL ഒക്കെ നടക്കുമ്പോൾ ആളുകൾക്ക് അവിടെ ഇരുന്ന് കാണുകയും ചെയ്യാം. അവിടെയായിരുന്നു ഇവരെ ഇരുത്താനുള്ള ഒരു ക്രമീകരണം ഒരുക്കിയതെന്നും ഈ ഉദ്ഘാടനം ഇങ്ങോട്ട് മാറ്റിയപ്പോൾ പെട്ടെന്ന് ക്രമീകരണം ഏർപ്പെടുത്തിയെന്നുമൊക്കെയുള്ള ചില സംശയങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ അവസാന നിമിഷം ഒരു ക്രമീകരണത്തിൽ മാറ്റം വരുത്തിയത് കൊണ്ടുണ്ടായ സുരക്ഷാ പാളിച്ചയാണ് ഇങ്ങനെ വലിയൊരു അപകടം ഉമാ തോമസ് MLAക്ക് വരാൻ കാരണമായതെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ ആ സംസാരിച്ച ആൾ പറഞ്ഞതിൽ നിന്ന് കാര്യങ്ങൾ വ്യക്തമാണ്. അദ്ദേഹം താഴെ നിൽക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ മുമ്പിലേക്ക് ഉമാ തോമസ് MLA ഈ മുകളിൽ നിന്ന് വീഴുന്ന ആ വീഴ്ച എന്ന് പറയുമ്പോൾ നമുക്കൊരു കെട്ടിടത്തിന്റെ 1ാം നിലയിൽ നിന്ന് വീഴുന്ന അത്രയും ഉയരമുണ്ട്. കെട്ടിടത്തിന്റെ അത്രയും ഉയരത്തിലാണ് ഇത് നിലനിൽക്കുന്നത്. ഈ സംഘാടകൻ അത് ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാകും. സാധാരണ ഏതൊരു സ്റ്റേജിനും, അതായത് കലൂർ സ്റ്റേഡിയത്തിൽ ഒരു പരിപാടി നടക്കുമ്പോൾ ഈ സ്റ്റേഡിയത്തിന് ഇരിക്കുന്ന ആളുകളുടെ സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ബാരിക്കേഡാണ് ഈ കാണുന്നത്. ഈ കമ്പികളാണ് കൃത്യമായ ബാരിക്കേഡ്. അതിന്റെ താഴെയാണ് കസേരകൾ അറേഞ്ച് ചെയ്തത്. ഇവിടെ സംഭവിച്ചത് ആ കസേരയെ മറികടന്ന് അതിന്റെ മുകളിൽ തട്ടടിച്ചുകൊണ്ട് ഒരു സ്റ്റേജ് കെട്ടിയിരിക്കുന്നു. ആ സ്റ്റേജിന് മുകളിൽ മന്ത്രിക്കും ജനപ്രതിനിധികൾക്കും അതിഥികൾക്കും നിരന്നിരിക്കാനുള്ള ക്രമീകരണം ഏർപ്പെടുത്തിയിരിക്കുന്നു. അതിന് മുകളിലും ഒരു തട്ടുകൂടി അടിച്ച് അവിടെ വേറൊരു സ്റ്റേജ്, അതിന്റെ സംഘാടകരൊക്കെ കുറച്ച് സമയം അതിന്റെ മുകളിലും നിൽക്കുന്നത് കൊണ്ട് അവിടെ LED സ്ക്രീൻ അടക്കം പ്രദർശിപ്പിക്കുകയും ചെയ്തു. ഈ അപകടം നടന്നതിന് ശേഷവും ഒരു ബാരിക്കേഡ് പോലും വെക്കാൻ അവർ
അതായത് ആളുകളെ കുറച്ച് ഒരു നിര കസേര ഒഴിവാക്കി എന്നതിനപ്പുറത്തേക്ക് ഒരു സുരക്ഷാ ക്രമീകരണങ്ങളും ഈ പരിപാടി പൂർത്തിയാകുന്നത് വരെ ഉണ്ടായിരുന്നില്ല. ദിവ്യയുണ്ണിയൊക്കെ ഇതേ സ്ഥലത്ത് തന്നെ വന്ന് നിന്നുകൊണ്ടാണ് ഈ പുരസ്കാരമൊക്കെ ഏറ്റുവാങ്ങിയത്. ആ സമയത്തും ആളുകൾ ഇതിനോട് ചേർന്ന് നിൽക്കുന്നതൊക്കെ നമ്മൾ ആ ദൃശ്യങ്ങൾ കണ്ടല്ലോ, ആ ദൃശ്യങ്ങളിലുണ്ട്. അപ്പോഴും അതേ രീതിയിൽ തന്നെ പരിപാടി തുറന്നുകൊണ്ട് പോകുന്നു. അതായത് ഇത് അപകടം, നേരത്തെ സംഘാടകൻ പറഞ്ഞത് ഞാനിവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ്, ഞങ്ങൾ ആഘോഷം നിർത്തിയെന്നാണ്. പക്ഷേ വളരെ ലാഘവത്തോടെ ഈ പരിപാടിയുടെ സ്റ്റേജും അവർ കൈകാര്യം ചെയ്തു. അതിനുശേഷവും അതേ ലാഘവത്തോടെ ഈ പരിപാടി തുടർന്നു എന്നത് നമുക്ക് മനസ്സിലാക്കും. ആ സമയത്തും വിശിഷ്ടാതിഥികളൊക്കെ ഈ സ്റ്റേജിലുണ്ടായിരുന്നു. MLA യുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ചൊരു ആശങ്ക വന്നപ്പോഴാണ് മന്ത്രിയും ഹൈബിയുടെ MP-യും അടക്കം ഇവിടെ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്തത്. ഈ അപകടം നടക്കുമ്പോൾ മന്ത്രി അടക്കം ഇവിടെ ഉണ്ടായിരുന്നു. നമ്മളോട് ഫോണിലൊക്കെ അദ്ദേഹം ആ സമയത്ത് എന്താണ് സംഭവിച്ചതെന്നത് പറഞ്ഞതാണ്. എന്തായാലും ഇത്രയും ഉയരത്തിൽ നിന്ന് താഴേക്ക് വീഴാനിടയായ സാഹചര്യത്തെക്കുറിച്ചാണ് ഇവിടെ ചോദ്യമായി ഉയർന്നു വരുന്നത്. ഇത്രയും പ്രധാനപ്പെട്ട ആളുകൾ പങ്കെടുത്ത ഒരു വേദിയാണ്, അവിടെ ഒരുക്കിയ സ്റ്റേജാണ്. അത് സംഘാടകർക്ക് തോന്നും പോലെ അവസാന നിമിഷം ക്രമീകരണങ്ങൾ മാറ്റാൻ കഴിയുന്നതാണോ എന്നത് ഉയർന്ന ചോദ്യമാണ്. ഒരുപാട് കുട്ടികൾ ഈ സ്റ്റേജിൽ വന്ന് പുരസ്കാരങ്ങൾ വാങ്ങി മടങ്ങേണ്ടിയിരുന്നതാണ്. ആ ഒരു പുരസ്കാരദാനത്തിന് മുമ്പ് ഈ പരിപാടി അവർ അവസാനിപ്പിക്കുകയും ചെയ്തു. പക്ഷേ സാധാരണഗതിയിലാണെങ്കിൽ ആ കുട്ടികളടക്കം സ്റ്റേജിൽ വന്ന് സമ്മാനങ്ങൾ വാങ്ങി മടങ്ങേണ്ട ഒരു പരിപാടിയായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്രമീകരണം ഇവിടെ ഏർപ്പെടുത്തിയത് എന്നതാണ് ഇതിൽ ചോദ്യമായി തന്നെ ഉയരുന്നത്. എന്തായാലും കമ്മീഷണർ അടക്കം ഇപ്പോൾ കമ്മീഷണറുണ്ട്, DCP ഉണ്ട്, AC അടക്കമുള്ളവർ ഇവിടെ എത്തി ഈ സ്റ്റേജിന്റെ ക്രമീകരണങ്ങളും ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് അടക്കമുള്ള കാര്യങ്ങളൊക്കെ വിശദമായി തന്നെ പരിശോധിക്കുന്നുണ്ട്. കമ്മീഷണർ നേരത്തെ പറഞ്ഞത് പരിശോധിക്കട്ടെ, അതിനുശേഷം ഒരു പ്രതികരണം തരാം, സുരക്ഷാ വീഴ്ച ഉണ്ടായ തുടങ്ങിയ കാര്യത്തിൽ പ്രതികരിക്കാമെന്നതാണ് നേരത്തെ സംസാരിച്ചത്. DCPയും അതുതന്നെയായിരുന്നു നേരത്തെ നമ്മൾ പ്രതികരണം ചോദിച്ചപ്പോൾ പറഞ്ഞത്. എന്തായാലും എന്താണ് സംഭവിച്ചത്, ഇവിടെ സുരക്ഷാ വീഴ്ച, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചു എന്നതാണ് ഉയരുന്ന ചോദ്യം. ഇത് ഉമാ തോമസ് MLA യുടെ ആരോഗ്യം സംബന്ധിച്ച് നേരത്തെ ആശുപത്രിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തതുപോലെ നിരീക്ഷണത്തിലാണ്. വലിയ ആശങ്ക എന്നതിനപ്പുറം അവരുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ചിപ്പോഴും ഒരു മെഡിക്കൽ ടീം അടക്കം എത്തിക്കൊണ്ടിരിക്കുന്നു. അത് സംബന്ധിച്ചിനി വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. എത്രയും വേഗം അവർ ആരോഗ്യം വീണ്ടെടുത്ത് വരട്ടെ എന്നതാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ പറഞ്ഞ വാക്കുകളിൽ നിന്നാണ് ഈ വീഴ്ചയുടെ ഒരു ആഘാതത്തെക്കുറിച്ചൊരു ഞെട്ടലുണ്ടാക്കുന്നത്. കാരണം ഇത്രയും ഉയരത്തിൽ നിന്ന് ഈ റിബണും ഈ സ്റ്റീൽ കമ്പിയും സഹിതം അവർ താഴേക്ക് പതിക്കുകയായിരുന്നു. വന്ന് വീണതൊരു നിലത്ത് പോലുമല്ല, ഒരു കോൺക്രീറ്റ് ഇതിന്റെ മുകളിലേക്കാണ് വന്ന് വീണത്. അതുകൊണ്ട് തന്നെ തലയുടെ പിൻഭാഗത്ത് പൊട്ടി ചോര ഒലിച്ചിരുന്നു. ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ, ഈ സംഘാടകരിൽ തന്നെ ഉണ്ടായിരുന്ന, അതായത് വോളണ്ടിയേഴ്സ് ആയിട്ടുണ്ടായിരുന്ന ആളുകൾ തന്നെയാണ് വേഗം, അതായത് ആദ്യഘട്ടത്തിൽ ആരോ ഒരാൾ വീണു എന്നതാണ് ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് മനസ്സിലായത്. പക്ഷേ ഇവിടെ ഉണ്ടായിരുന്ന ചിലർക്ക് അത് MLA എന്ന് മനസ്സിലായി. വേഗം വന്നെടുത്ത് പുറത്തേക്ക് ഓടുകയായിരുന്നു, ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. എന്തായാലും ഈ സംഭവത്തിൽ അപ്പോൾ തന്നെ അവർക്ക് സംസാരിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല, ബോധമുണ്ടായിരുന്നില്ല എന്നാണ് ഇവിടെ നിന്ന് എടുത്തു കൊണ്ടുപോയ ആളുകളടക്കം പറയുന്നത്. തൊട്ടടുത്തുള്ള കലൂരിൽ നിന്ന് ഏതാണ്ട് 1.5 കിലോമീറ്റർ മാത്രം അപ്പുറമുള്ള പാലാരിവട്ടം ആശുപത്രിയിലേക്കാണ് അതിവേഗം കൊണ്ടുപോകാൻ കഴിഞ്ഞത്. ആംബുലൻസ് അടക്കം ഉള്ളതുകൊണ്ട് തന്നെ വേഗത്തിൽ കൊണ്ടുപോകാൻ കഴിഞ്ഞു. പക്ഷേ ഉയരുന്ന ചോദ്യം ഈ സ്റ്റേജ് തന്നെയാണ്. ഇപ്പോൾ കമ്മീഷണർ സങ്കടകരമായ ഒരു സംഭവമാണ് ഉണ്ടായത്.